അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നിങ്ങളെ സംബന്ധിച്ച് മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം പറയുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിയും നിങ്ങളുടെ നേതാവുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നില്ലല്ലോ. കോടതി പറയും എന്ന് പറയുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളെ അപമാനിക്കുകയും മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പോലീസ് കേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പറയാനുള്ളത്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. മുകേഷിന്റെ കാര്യത്തിൽ ബിജെപിക്ക് രണ്ട് സ്വരമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു സ്വരമുണ്ട് എന്നുള്ളത് സ്മൃതിക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള പ്രതികരണമാണ്. അതിന് രണ്ടാമതൊരു ചിന്തയെ സംബന്ധിച്ചുള്ള സാഹചര്യം തന്നെയില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആ റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിചേർക്കപ്പെടേണ്ട ആളുകൾ, ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ സ്വീകരിച്ച ആളുകൾ, അന്വേഷണ റിപ്പോർട്ട് ആർക്കാ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കും അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അടക്കമുള്ള ആളുകൾക്കല്ലേ അത് നൽകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നൽകപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ 86-ാമത്തെ പാരഗ്രാഫും 96-ാമത്തെ പാരഗ്രാഫും രണ്ടെണ്ണം മാത്രം വായിച്ചാൽ മതി. ഈ റിപ്പോർട്ടിന്റെ ആ രണ്ട് പാരഗ്രാഫ് എടുത്ത് വായിച്ചാൽ, അതിൽ പ്രത്യേകിച്ച് 96-ാമത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചാൽ ഈ റിപ്പോർട്ട് തന്നെ, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ സൂചിപ്പിച്ചത്, ഏതെങ്കിലും ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, FIR എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് നടക്കില്ല. കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടല്ലല്ലോ നടക്കേണ്ടത്. അതിൽ കൊടുത്തിട്ടുള്ള മൊഴികൾ, അതിൽ സ്വീകരിക്കപ്പെട്ടുള്ള രേഖകൾ, ഈ കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? അതൊരു വിഷയത്തിന്റെ പുറത്ത് കൂടുതൽ അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള മൊഴികളും ആ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളും അവരുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾ 96-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുകയാണ് കമ്മിറ്റി. അത് പറഞ്ഞതിന് ശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി, അതിൽ ഏറ്റവും ഒഴിവാക്കപ്പെടേണ്ട, അതല്ലെങ്കിൽ തങ്ങളുടെ ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിൽ വ്യക്തികൾ ഉണ്ടാകാം, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ ആ പേജുകൾ ഇതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, പാരഗ്രാഫുകൾ മാറ്റിയിരിക്കുന്നു, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന മുഴുവനായിട്ടുള്ള റിപ്പോർട്ട്, അതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം മതിയല്ലോ ശ്രീ ഷുക്കൂർ. എനിക്ക് അങ്ങയോട് വിനീതമായ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി അടക്കമുള്ള സമിതി, ഒരു മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള സമിതി, അവർക്ക് നിയമം അറിയാത്ത ആളുകളല്ലല്ലോ. അവർ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം പരിശോധിക്കുകയും ഇതെല്ലാം എഴുതിയെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുകയും എല്ലാം ചെയ്തതിന് ശേഷം ആ റെക്കോർഡ് അടങ്ങുന്ന മുഴുവൻ രേഖകളും അവർക്ക് കേസെടുക്കാൻ കഴിയില്ലല്ലോ. അവർ അതിനാണ് നടപടിയെടുക്കാൻ വേണ്ടി ഒരു സർക്കാരിനെ ഏൽപ്പിച്ചത്. ആ സർക്കാർ എന്താ ചെയ്തത്? 4.5 വർഷക്കാലം ഈ റിപ്പോർട്ടിന്റെ പുറത്ത് കയറി ഇരുന്നു എന്നുള്ളതല്ലാതെ അതിൽ പുറത്തേക്ക് വിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ചില പേജുകൾ മാറ്റി, ചില പാരഗ്രാഫുകൾ മാറ്റി, തങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ ഷുക്കൂർ, അങ്ങ് ഇതിൽ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ കഴിയില്ല, FIR എടുക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിനെ ഒരു FIS ആയി എടുത്തുകൊണ്ട് DGPക്ക് കൈമാറി എന്തുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടത്തി? FIR അവിടെ നിൽക്കട്ടെ, ഇതിന്റെ FIS ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 7-അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വരാം, താല്പര്യമുള്ളവർക്ക് വരാം, പരാതി കൊടുക്കാം എന്തെല്ലാം പറയുന്നത്, അന്ന് പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ കണ്ട് മൊഴിയെടുത്ത് അന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിൽ എത്ര FIRകൾ വീഴുമായിരുന്നു ശ്രീ ഷുക്കൂർ? അങ്ങൊന്ന് പരിശോധിക്കണ്ടേ? ഇതിനെ സംബന്ധിച്ച് ആ 96-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണ്ടേ? അതിൽ എത്ര ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ, അത് മാത്രമല്ല അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് അത് FIS എടുത്ത് FIR ഇടുന്നതിന് മുൻപ് അവരുടെ മൊഴിയെടുത്ത് അത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, പ്രത്യേകിച്ച് ഗൗരവതരമായിട്ടുള്ള ഒഫൻസ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒരു കൊലപാതകം ചെയ്തു എന്ന് ഒരു ലീഗൽ അതോറിറ്റിയുടെ മുൻപിൽ പറയാൻ, ഒരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപിൽ പറയാൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളെ സംബന്ധിച്ച്, ഇനി കൊലപാതകം നടന്നതിനെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാർ വന്ന് പറയട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന ന്യായീകരണമായിട്ട് ഇരിക്കുകയാണോ വേണ്ടത്? ആ തരത്തിലാണോ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ? കൃത്യമായി ഒരു കുറ്റം ചെയ്തിരിക്കുന്നു, അത് ഗൗരവതരമായ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ DGP കേസെടുക്കണ്ടേ? DGP ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടണ്ടേ? ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സർക്കാരിന് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു മൊഴിയെടുക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ
സാധുത എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നതാണ് അറിയേണ്ടത്. ഞാൻ വരാം. പരാതിയിലാണ് സ്മൃതി അത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള അതാണ് പുറത്തെ മൊഴികളിലാണ് അതാണ് അറിയേണ്ടത്.